ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറച്ച് നാളുകളായി. കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. എന്തോ ചെയ്യാനൊരു മടി കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. അമ്മ പോലുള്ളൊരു വലിയ സിനിമാ സംഘടനയിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ തന്നെ രാജിവെച്ച് രാമന് നാട് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് ജനങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കാതെ അവരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു, ഒന്നോ രണ്ടോ പേരൊഴിച്ച്. അപ്പം നമുക്കറിയാം എന്തുമാത്രം അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് എടുത്തത്, എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് നിയോഗിച്ചത് എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ കമ്മിറ്റിയിൽ വന്ന് മൊഴി കൊടുത്തിരുന്നവരെല്ലാം തന്നെ തങ്ങളുടെ സ്വകാര്യതയെ ഏറെ മാനിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ളൊരു മൊഴി കൊടുക്കൂ എന്ന് പറഞ്ഞവരുമാണ്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരക്കാരുടെ മൊഴികളൊന്നും തന്നെ അവരുടെ പേരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമോ പുറത്തു വരാതെ നോക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ട് താനും. അതൊക്കെയാണെങ്കിലും ഗവൺമെൻറ് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായി ഉള്ള ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഗവൺമെൻറ്റിന് സമർപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് അവരത് വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ 4.5 വർഷക്കാലവും ഗവൺമെൻറ് എന്തുകൊണ്ട് ഇത്തര ഗുരുതരമായ ഒരു പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അതിന് ഒരുപാട് കമ്മിറ്റികളുണ്ട്, പല മേഖലകളിലുള്ള കമ്മിറ്റികളുണ്ട്. അഭിനയത്തിൻ്റെതായാലും പ്രൊഡക്ഷൻ കമ്മിറ്റിയിലായാലും ഒക്കെ തന്നെ ഒരുപാട് കമ്മിറ്റികൾ നിലവിലുള്ള ഒരു മേഖലയാണ് സിനിമ. ആ സംഘടനാ തലപ്പത്തുള്ളവരെയൊക്കെ വിളിക്കുകയും സിനിമാ മേഖലയിൽ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ സ്ത്രീകളും മറ്റുള്ളവരും നേരിടുന്നുണ്ട്, അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്ന രീതിയിൽ അവരെ അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെ എനിക്കിത് തുറന്നു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ എന്തിനെന്നറിയാതെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് മുകേഷിനെ പോലെയുള്ള ഒരാളെയൊക്കെ വീണ്ടും മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നത് തന്നെ. അതായത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, 4.5 വർഷം മുമ്പ് മുകേഷിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളൊക്കെ 2 ഭാര്യമാരും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, മുകേഷ് അത്ര ക്ലീൻ ചീറ്റുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നില്ല. അദ്ദേഹം ഭയങ്കര പാരമ്പര്യവും SFIയിലൂടെയൊക്കെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ അത് തന്നെയാണെങ്കിലും എത്രമാത്രം രാഷ്ട്രീയമായ പക്വതയുള്ള ഒരാളാണ് മുകേഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ള തന്നെയാണെന്ന് ബോധ്യമുള്ള ഒരാളെന്ന നിലക്ക് കൂടിയാണ് ഞാനിത് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. എനിക്കാരെയും വ്യക്തിഹത്യ ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ഗവൺമെൻറ് കുറച്ചും കൂടി ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും വൈകിട്ടില്ല. ഇപ്പം ഒരുപാട് ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. ഇനിയും ആ ഒരു രംഗത്ത് നിലനിൽക്കുന്ന ചൂഷണങ്ങളെ സ്ത്രീകൾക്ക് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തത്. ഒരു സ്ത്രീപക്ഷ ഗവൺമെൻറ് എന്ന നിലക്ക് തന്നെയാണ് പിണറായി സർക്കാർ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നിട്ടും കൂടി ഇപ്പോഴും, അതായത് സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരിടം എന്ന നിലയ്ക്ക് സിനിമാ മേഖല ഒട്ടും ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടുകൂടി അത്തരമൊരു മേഖലയിൽ കടന്നു ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടു കൂടി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാനോ ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും ഒരുപാട് ഞാൻ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഇനിയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എങ്കിലും തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് അഭികാമ്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഈ വീഡിയോ പോകാതിരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം പുതുതായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലല്ലാതെ തന്നെ പുതുതായ ആളുകൾ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് രാജിവെച്ച് പോകുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം.
നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ആ സിനിമാ മേഖലയിൽ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല, സിനിമാക്കാരൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മേഖലയിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ. പക്ഷേ എല്ലാ മേഖലകളിലും പുരുഷന്മാരുടെ അടുത്ത് നിന്ന് അത്തരം അനുഭവങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും തങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ വരുന്നിടത്ത് തങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ സ്ത്രീ അവളുടെ എല്ലാ ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തിക്കൊണ്ട് അവന് വഴങ്ങിക്കൊടുത്താൽ മാത്രമേ തനിക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ തെറ്റായ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു ജോലി ചെയ്യുന്നതിന് നമ്മുടെ ശരീരം നമുക്ക് പണയപ്പെടുത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അഭികാമ്യമായ ഒരു കാര്യമേ അല്ല. അവിടെയാണ് നമ്മൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. പുരുഷന്മാരുള്ളിടത്തൊക്കെ ചിലപ്പം ആ രീതിയിലാണ്. എന്ന് വെച്ചാൽ പുരുഷൻ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുരുഷൻ എപ്പോഴും ഞാൻ ഒരുപാട് മുകളിലാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കുന്നിടത്ത് ജീവിക്കുന്ന ഒരു രാജ്യത്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അതിന് മാറ്റേണ്ടത് പുരുഷൻ്റെ കാഴ്ചപ്പാടുകളാണ്. സ്ത്രീയല്ല മാറേണ്ടത്, പുരുഷനാണ് മാറേണ്ടത്. പുരുഷനെ വളർത്തുന്ന ഓരോ ആൺകുട്ടികളെയും വളർത്തുന്ന ഓരോ അമ്മമാരാണ് മാറേണ്ടത്. തങ്ങളുടെ മക്കളോട് പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറാൻ പഠിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു പുരുഷനെ നന്നാക്കിയെടുക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് പുരുഷനായിട്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് വലുതാകുമ്പോൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറ കുറച്ചുകൂടി ആ കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്ത്രീകളായി അംഗീകരിക്കാനും അവരെ ബഹുമാനിക്കാനും അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്തോടു കൂടി അവർക്ക് ജോലി ചെയ്യാനുമുള്ള ഒരു സാധ്യത ഇന്നത്തെ തലമുറ കുറച്ചെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗവൺമെൻറ് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇനിയും വൈകിയിട്ടില്ല. അതിനുവേണ്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് ഗവൺമെൻറ് വരണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.